السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين. أما بعد. ഭർത്താവിൻ്റെ സ്നേഹം ആഗ്രഹിക്കാത്ത, ആ സ്നേഹം തിരിച്ചു കിട്ടാൻ കൊതിയില്ലാത്ത ഒരൊറ്റ ഭാര്യമാരും ഈ ലോകത്തില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണകളായ സൃഷ്ടിച്ച ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ ആ ഭർത്താവിൻ്റെ സ്നേഹം ആഗ്രഹിക്കാത്ത ഒരൊറ്റ സ്ത്രീകളും ഈ ലോകത്തില്ല. ഭർത്താവ് യാതൊരു ഇതിനു മുമ്പായിട്ട് അവൾ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഭാര്യ അവനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ട് മനസ്സുകളെ ഒന്നിച്ച് ഇണകളാക്കി അള്ളാഹു തആല നിങ്ങൾക്ക് ഇണയാക്കി തന്നത് പരസ്പരം നല്ല സ്നേഹത്തിലും യോജിപ്പിലും ജീവിക്കാൻ വേണ്ടിയാണ്. അതിനിടയിൽ ഭർത്താവ് വെള്ളമടിക്കുന്നവനായാലും, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്യുന്നവനായാലും, തല്ലുന്നവൻ ആയാലും, ദേഹോപദ്രവം ചെയ്യുന്നവനായാലും ആരായാലും എൻ്റെ ഭർത്താവാണ്. ആ ഭർത്താവിനെ ആരും ചീത്ത പറയുന്നതോ വഴക്ക് പറയുന്നതോ തല്ലുന്നതോ കുറ്റപ്പെടുത്തുന്നതോ അവൾക്ക് ഇഷ്ടപ്പെടുകയില്ല. കാരണം അവൾ അതിന് മാത്രം അവനെ സ്നേഹിക്കുന്നവളാണ്. ആ സ്നേഹം തിരിച്ചും കൊടുക്കണം. ആ ഭാര്യ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നുവോ അതിൻ്റെ ഒരു പകുതി, ഒരു 50% നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ അവളെയും സ്നേഹിക്കുക. 100% അവൾ സ്നേഹിച്ചാൽ ആ 100% സ്നേഹം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പകുതി സ്നേഹമെങ്കിലും അവൾക്ക് കൊടുത്തിരിക്കണം. അല്ലാതെ നീ ചിലവിന് കൊടുക്കുന്നവളാണ്, അല്ലെങ്കിൽ അവൾ നിൻ്റെ ഭാര്യയാണ്, ആ പരിഗണന വെച്ച് എന്ത് ചെയ്താലും കുറ്റങ്ങൾ കണ്ടുപിടിക്കും. എന്ത് പറഞ്ഞാലും തൃപ്തി ഇല്ലാത്ത രീതിയിൽ അവളോട് പെരുമാറും. അവൾ കൊണ്ടുതരുന്ന ചായക്ക് മധുരം കുറവാണ്, ചായയും ഗ്ലാസും കൂടെ എടുത്ത് വലിച്ചെറിയും. ചോറോ കറിയോ കൊണ്ട് തന്നാൽ അതിന് എരിവ് കുറവാണ്, പുളി കുറവാണ്, 100 കുറ്റങ്ങൾ പറഞ്ഞ് ചോറും കറിയും എടുത്ത് ദൂരെ എറിയും. എന്നിട്ട് അവക്കിട്ട് 2 തല്ലും. ഇതല്ല സ്നേഹം. അങ്ങനെ പട്ടാളച്ചിട്ടയല്ല ഭാര്യയോട് കാണിക്കുന്ന സ്നേഹം. ചില ഭർത്താക്കന്മാരുണ്ട്, ഞാൻ നിൻ്റെ ഭർത്താവാണ്, നിനക്ക് ചെലവിന് തരുന്നത് ഞാനാണ്, നിനക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്നത് ഞാനാണ്, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം എന്ന് പറഞ്ഞ് ഈ പട്ടാളച്ചിട്ടയിൽ ചില സ്ത്രീകളെ നല്ല സ്വഭാവം പഠിപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ആ നോട്ടത്തിലോ ആ സ്നേഹത്തിലോ യാതൊരു നിലയും വിലയും നമ്മളിൽ ഉണ്ടാവുകയില്ല. അള്ളാഹുവിന് അങ്ങനെയുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയുമില്ല. ആ സ്നേഹം അള്ളാഹുവിന് ഇഷ്ടവുമില്ല. അപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നല്ല രീതിയിൽ സ്നേഹിക്കണം. അള്ളാഹു തആല പറഞ്ഞു, വആശിറുഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യയോട് നല്ല നിലയിൽ നിങ്ങൾ പെരുമാറണം. അങ്ങനെ നല്ല നിലയിൽ പെരുമാറുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ ആ ഭർത്താക്കന്മാർ അങ്ങേയറ്റം സ്നേഹിക്കും. ആ സ്നേഹം കൂടി വരുന്നതനുസരിച്ച് നിങ്ങൾ പുറത്തോട്ട് പോകുന്ന സമയത്ത്, പഠിച്ചവനെ എൻ്റെ ഭർത്താവ് പുറത്തോട്ട് പോയി ജോലിക്ക് പോയതാണ്, അള്ളാഹുവെ നീ കാക്കണേ തമ്പുരാനെ, ഒരാപത്തോളം കൂടാതെ തിരിച്ച് എൻ്റെ അടുക്കൽ എത്തിക്കണേ തമ്പുരാനെ എന്ന് ആ പെണ്ണ് വീട്ടിലിരുന്ന് ദുആ ചെയ്യും. അങ്ങനെ പുറത്തോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നല്ല സ്നേഹത്തോടുകൂടി ആഹാരമൊക്കെ കഴിച്ച് പുറത്തോട്ട് പോകുന്ന സമയത്ത് ആ ഭർത്താവ് അവളെന്ത് ചെയ്യണം? അവളെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തിട്ട് വേണം അവൻ ജോലിക്ക് വെളിയിലോട്ട് പോകാൻ. അള്ളാഹുവിൻ്റെ റസൂലിന് 11 ഭാര്യമാരുണ്ടായിരുന്നു. ഏത് ഭാര്യമാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ റസൂൽ വെളിയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ, വെളിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേ ഏത് ഭാര്യമാരുടെ അടുത്താണോ അള്ളാഹുവിൻ്റെ റസൂലുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തിട്ടേ വെളിയിലോട്ട് പോകാറുള്ളൂ. ആ മാതൃക നമ്മളും പിൻപറ്റണം. അവർ ഒരു വസ്ത്രമോ അല്ലെങ്കിൽ അവർ ആർഭാടമായ രീതിയിലല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അവൾ പറയുന്നതെന്തും അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മളെ വിശ്വസിച്ച് മാത്രം നമ്മളോട് ഇറങ്ങി വന്ന പെണ്ണാണ്. അപ്പോൾ ആ നല്ല സ്നേഹവും ആ സന്തോഷവും നമ്മളെപ്പോഴും കൊടുക്കണം. അല്ലാതെ വയറ് വിശന്നാൽ അവർക്ക് സങ്കടപ്പെടുകയില്ല. ഇട്ടിരിക്കുന്ന വസ്ത്രം കീറിപ്പോയി, ഒരെണ്ണം പുതിയത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവൾ പരാതി പറയുകയില്ല. പിന്നെ നിൻ്റെ സ്നേഹം, അവൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിന്നിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ അവൾ മാനസികമായി തകർന്നു പോകും. ആ സ്നേഹമെങ്കിലും വാരി കോരിക്കൊടുത്ത് ഭാര്യയെ നീ സ്നേഹിക്കണം. അപ്പോൾ നിനക്ക് ദുനിയാവും ആഖിറവും കിട്ടും. നേരെ മറിച്ച് ഭാര്യയെ വീട്ടിലാക്കി കണ്ടവൾ സ്നേഹത്തിന് പുറകെ നീ പോയാൽ നിൻ്റെ കുടുംബവും
നിൻ്റെ ഭാര്യയും സ്നേഹവും എല്ലാം നിനക്ക് നഷ്ടപ്പെടും. അതുപോലെ ഇതൊരു ഭാഗം. മറ്റൊരു ഭാഗം കൂടി പറയാനുള്ളത്, ഭർത്താവ് കഷ്ടപ്പെട്ട് വീടും സ്ഥലമെല്ലാം ഉണ്ടാക്കി ഭാര്യയെ വീട്ടിലാക്കിയിട്ട് ഇവൻ ഗൾഫിൽ പോകും. അധ്വാനിച്ച് അവിടെ കിടന്ന് മരുഭൂമിയിൽ കിടന്ന് അധ്വാനിച്ച് അവൻ അയക്കുന്ന പൈസ വീട്ടിൽ സൂക്ഷിക്കുന്നതിന് പകരം അവൾക്ക് ആർക്കെങ്കിലും സഹായിക്കാനോ അല്ലെങ്കിൽ അവളെ ആരെങ്കിലും ഒന്ന് സ്നേഹിക്കാനോ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? അവൻ കൊടുക്കുന്ന പൈസ, അവൻ കഷ്ടപ്പെടുന്ന പൈസ അവളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അവനെ ഓർത്ത് സഹായിക്കും. അത് പാടില്ല. ഭർത്താവ് വീട്ടിലില്ല, വെളിയിലാണെങ്കിൽ അവൾ ശരീരത്തിനെയും അവൻ്റെ ധനത്തെയും സൂക്ഷിക്കുന്നവളാണ് ഉത്തമമായ സ്ത്രീ. അവൾക്ക് അല്ലാഹു തആല നല്ലൊരു ജീവിതം ആഖിറത്തിൽ നാളെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഭാര്യയും ഭർത്താവും പരസ്പരം ഐക്യത്തോടും നല്ല സ്നേഹത്തോടു കൂടി ജീവിച്ച് മരിക്കണം. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പെണ്ണാണ്, പെണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് ചില തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ വന്നേക്കാം. പുരുഷനായ നമ്മളതെല്ലാം ക്ഷമിക്കാനും സഹിക്കാനും മനസ്സ് കാണിക്കണം. അല്ലാതെ തൊട്ടതിനെ പിടിച്ചതിനെ കുറ്റപ്പെടുത്താനും തല്ലാനും വീട്ടിൽ കൊണ്ടാക്കാനും തലാക്ക് ചൊല്ലാനും ഇസ്ലാം പറയുന്നില്ല. അതുപോലെ നല്ല രീതിയിൽ ഭാര്യ ഭർത്താവുമായി നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്.